ക്ഷീണിച്ചോന്നേ. അരി സാധനങ്ങളൊക്കെ മേടിക്കണം, ഒക്കെ തീരാറായിട്ടുണ്ട്. ദാസേട്ടനെ കണ്ടിരുന്നു ഞാൻ. ആ പൈസ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറയണേ. ദാസേട്ടൻ്റെ മോൾക്ക് കല്യാണാലോചന എന്തോ ആയിണ്ടെന്ന്. കൊടുക്കണം. നമുക്കൊരാവശ്യം വന്നപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടുക്കണം. എന്നാ ഇരുത്തിയേ. മോളുടെ അടുത്താണത്തെ ഫീസ് കൊടുക്കാനായിട്ട് നമ്മുടെ കുടുംബശ്രീ മേടിച്ച പൈസ എത്തുണ്ടായില്ലേ, അതെങ്ങാനും കൊടുത്താലോ? വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ കോളേജിലെ പ്രശ്നമാവും. അത് കൊടുക്കണ്ട, നമുക്കത് ബുദ്ധിമുട്ടാക്കണ്ട നമ്മളെ. നിങ്ങളുടെ മോളെ ഇപ്പോൾ പഠിത്തത്തിൽ ചെറുതായിട്ട് ഉഴപ്പുണ്ടോയെന്നൊരു സംശയമുണ്ട്. അവള് നല്ല മാർക്ക് വാങ്ങൂടി, അവള് നമ്മളെ ചാത്തിക്കൂല. അന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ ആ സ്വർണം ബാങ്കിൽ പണയം വെച്ചതേ കുറച്ച് ഇനി കൂട്ടിയെങ്ങാനും കിട്ടുമെന്ന് രമേശിനോട് ചോദിക്കട്ടെ. അതാ നല്ല. ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് അത് തിരിച്ചടക്കാം. ദാസൻ്റെ കടം അതാദ്യം തീർക്കണം. പിന്നെ നീ ആളത്ര ശരിയൊന്നുമല്ലെന്ന് എനിക്കറിയാം. അയ്യോ, ഞാനെന്ത് ചെയ്തിട്ടാ? ഞാൻ ഒരു പാവം കാമുകനല്ലേ. നീ എന്തായാലും നാളെ വാ. എടാ, ഞാൻ കുറച്ച് ദിവസമായി ക്ലാസ്സും കട്ട് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. എൻ്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും കേട്ടോ. നിന്റെ വീട്ടിൽ ആരറിയാൻ, ആ വയ്യാണ്ട് കിടക്കണ അച്ഛനാ. എടാ മോനെ, അത് വേണ്ട, അത് വിട്ടേ. എന്തായാലും നീ വാ, നമുക്കിങ്ങനെ ബൈക്കിൽ കെട്ടിപ്പിടിച്ച് കാറ്റൊക്കെ കൊണ്ട് പോവാം. നല്ല സുഖമല്ലേ? ഞാൻ അല്ലെങ്കിലേ എക്സാം ഫീസ് ബുക്ക് ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പൈസ വാങ്ങുന്ന. നാളെയും കൂടെ ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ മോളെ. എന്നാ പിന്നെ നീ നാളെ ബൈക്ക് എടുത്തോ, കാശ് ഒപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ.